കർണാടകയിൽ വഖഫുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. അതിലേറ്റവും പുതിയതാണ് പുരാവസ്തു വകുപ്പിൻ്റെ കൈവശമുള്ള ഒരു സ്ഥലത്ത് വഖഫ് കയറി അനധികൃതമായി മദ്രസ നടത്തുന്നു. അതൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്ന് പറയുന്നത്. അതെന്താണ് ആ സംഭവം? ഇത് ശ്രീരംഗപട്ടണം, ടിപ്പുവിൻ്റെ ആസ്ഥാനമാണ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണത്ത് ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് മൂതല ബാഗലു ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ഈ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം ടിപ്പു തകർത്തിട്ട് ടിപ്പു ഒരു മോസ്ക് പണിതു. ആ മോസ്കാണ് സംരക്ഷിത സ്മാരകമായത്. അത്രയും പഴക്കമുള്ളതാണല്ലോ പുരാവസ്തു വകുപ്പിൻ്റെ. സംരക്ഷിത സ്മാരകത്തിൻ്റെ അകത്ത് പിന്നെ വേറെ പരിപാടികളൊന്നും പറ്റില്ല. പക്ഷേ വഖഫ് ബോർഡ് അതിൻ്റെ അകത്തൊരു അനധികൃത മദ്രസ ഈ മോസ്കിൻ്റെ അകത്ത് നടത്തുന്നു. സംരക്ഷിത സ്മാരകം എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് കേന്ദ്രമാണ്. അതായത് കർണാടക ഹൈക്കോടതിയെ കേന്ദ്രം സമീപിച്ചിരിക്കുന്നു. ആ കേസിൻ്റെ വാർത്ത ഇന്നലെ വന്നിട്ടുണ്ട്, വാദം നടക്കുന്നതിൻ്റെ വാർത്ത. അതായത് മാണ്ഡ്യ ജില്ലയിൽ പെട്ടതാണല്ലോ ശ്രീരംഗപട്ടണം. ഇപ്പോൾ മാണ്ഡ്യയിലെ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകണം. ഇതാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ജുമാ മസ്ജിദിനകത്തെ അനധികൃത മദ്രസ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം കേസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാദം നടക്കുന്നതും പശ്ചാത്തലമൊക്കെയാണ്. അഭിഷേക് ഗൗഡ എന്ന് പറഞ്ഞിട്ട് കനകപുര താലൂക്കിലെ കബ്ബലു സ്വദേശിയായിട്ടുള്ള ഒരാളൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഈ സംഭവത്തിൽ നേരത്തെ കൊടുത്തതോടു കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കേന്ദ്രത്തിന് വേണ്ടി അവിടെ ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ അരവിന്ദ് കമ്മത്ത് അദ്ദേഹമാണ് ഹാജരായത്. അദ്ദേഹം പറഞ്ഞു 1951 മുതൽ ഈ മസ്ജിദ് സംരക്ഷിത സ്മാരകമാണ്. ഇത്തരം സ്ഥലങ്ങളിൽ മദ്രസ പാടില്ല. അതാണ് വ്യവസ്ഥ. അധികാരമില്ലാതെ തന്നെ വഖഫ് ബോർഡ് നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ കയ്യേറ്റം ഈ മദ്രസ നടത്തുന്നുണ്ട്. അത് അവരുടെ ക്ലെയിം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കോൺഗ്രസ് സർക്കാരാണ്. അതാണ് ഞങ്ങളുടെ അവകാശത്തിലാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിരവധി വർഷങ്ങളായിട്ട് ഇത് നടത്തുന്നുണ്ട്. പല പരാതികൾ ഇതിനെതിരെ വന്നിട്ടുള്ളതാണ്. എന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല. ഈ സർക്കാർ നടപടിയെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ഇത് ഒഴിപ്പിക്കണം. ഇതാണ് കേന്ദ്രം കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒഴിപ്പിക്കാതിരിക്കാനായിട്ട് അധികൃതർ പറയുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവും കർണാടക സർക്കാർ എന്നാണ് ബാധിക്കുന്നത്. അപ്പോൾ കേന്ദ്ര അപേക്ഷയ്ക്കെതിരെ ഈ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ നിയമപണ്ഡിതന്മാർ അവരും വഖഫ് ബോർഡ് നിലപാടെടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അവർ പറയുന്ന 1963 മോസ്ക് വഖഫ് സ്വത്ത് എന്ന് വിജ്ഞാപനം ചെയ്തിരുന്നു. അതെങ്ങനെയാണത് സംരക്ഷിത സ്മാരകം വഖഫ് ബോർഡിൻ്റെ വിജ്ഞാപനം ചെയ്യുന്നത്? അത് മുമ്പ് ഇതുപോലെ കേസുകൾ വന്നിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സാധനങ്ങൾ വഖഫ് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പല കോടതി വിധികളും വന്നിട്ടുണ്ട്. അതിൽ തന്നെ മറ്റേ 123 ഡൽഹിയും വരും. തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. മോദി പിടിച്ചു. മൻമോഹൻ സിംഗ് കൊടുത്തു ഇലക്ഷൻ മുമ്പ്. 2013 കൊടുത്തു. 2018 പിടിച്ചു കഴിഞ്ഞു. 3-4 കൊല്ലം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വഖഫ് സ്വത്തെന്ന് വിജ്ഞാപനം ചെയ്തിരുന്നു അവിടെ. അതുകൊണ്ട് മദ്രസയാകാം അതിൻ്റെ അകത്ത്. എന്നിട്ട് അവർ പറയണേ ഈ മോസ്ക് ടിപ്പു ഷഹീദ് വഖഫായിട്ട് പ്രഖ്യാപിച്ചിരുന്നതാണെന്ന്. ടിപ്പു ഷഹീദ് അതിനൊന്നും രേഖയില്ല, തെളിവില്ല. പക്ഷെ അത് വാക്കാൽ പറഞ്ഞാൽ മതി എന്നാണല്ലോ അവരുടെ ന്യായം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് നിയമപരമാണ് മദ്രസ എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിലെ 2 അംഗ ഡിവിഷൻ ബെഞ്ച് NV അഞ്ചാരിയ, KV അരവിന്ദ് ജസ്റ്റിസുമാർ അവർ നവംബർ 20 ഇത് മാറ്റിയിട്ടുണ്ട്. അടുത്ത ഘട്ടം വാദത്തിന് എതിർപ്പ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതൊരു വലിയ കേസായിട്ട് വരും എന്നാണ് ഈ കേസിൻ്റെ കാര്യങ്ങളിലൊക്കെ പറയുന്നത്. കാരണം ഇതോടുകൂടി ഇത്തരം സ്വത്തുക്കളുണ്ടല്ലോ, സംരക്ഷിത സ്മാരകങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാമോ, ഈ സ്വത്ത്
വിനിയോഗിക്കുന്നത്. അതിനെ സംബന്ധിച്ചൊരു ഓൾറെഡി അത്തരം ജഡ്ജ്മെന്റുകൾ വന്നിട്ടുണ്ട്. ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ആ വിധികളൊക്കെ ഇതിൻ്റെ അകത്ത് കോട്ട് ചെയ്ത് വരുമല്ലോ, വീണ്ടും കോട്ട് ചെയ്ത് വരും. ഇപ്പോൾ ഇതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. അതിന്റെ പ്രാധാന്യം ഇപ്പോൾ വ്യാപകമായി പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ വിന്റർ സെഷൻ 23 തുടങ്ങാൻ പോവാണ്. ഡിസംബർ 20 വരെ മറ്റോ ഉണ്ട്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. ഒരുപക്ഷേ ഇപ്പോൾ ഈ വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് പരമാവധി സ്ഥലത്ത് ക്ലെയിം ഉണ്ടാക്കുക, എന്നിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കി വെക്കുക, തർക്കം ഉണ്ടാക്കി വെക്കുക. അതിനുള്ള ശ്രമം വ്യാപകമായി മുസ്ലിം സംഘടനകൾ നടത്തുന്നുണ്ട്. അതാണ് ഇത് 1935 മുതലുള്ള രേഖ ഉണ്ട്. അല്ല, അതിന് മുമ്പ് ഉണ്ട്. പക്ഷെ 1935 ഒരു രേഖയിൽ ഇവിടെ ആഞ്ജനേയ ക്ഷേത്രം ടിപ്പു പൊളിച്ചിട്ടാണ് മോസ്ക് പണിതത് എന്ന് വ്യക്തമായിട്ട് ASIU ഒക്കെ പറയുന്നത്, പഴയ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് പറയുന്ന രേഖയുണ്ട് 35-ലെ. എന്നിട്ട് അയാളത് മോസ്കാക്കി. മൈസൂരിലെ പുരാവസ്തു വകുപ്പ് അത് ഏറ്റെടുത്തു. ടിപ്പു തകർത്തതാണെന്നൊക്കെ പുരാവസ്തു വകുപ്പിൻ്റെ രേഖകളിലുണ്ട്. ഈ ധാരാളം ക്ഷേത്രങ്ങൾ അയാൾ നശിപ്പിച്ച കൂട്ടത്തിലാണ് ഇതും നശിപ്പിച്ചത്. 2004 ASIയുടെ ഒരു കത്തിലും ഇത് പറയുന്നുണ്ട്. 1935 ഇങ്ങനൊരു റിപ്പോർട്ട് ASI കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. 1979 മുതൽ വഖഫ് ബോർഡ് ഇവിടെ മദ്രസ നടത്തുന്നുണ്ട്. ആരും എതിർക്കുന്നില്ല, ഒഴിപ്പിക്കുന്നില്ല. ഈ 2022 ജൂൺ 4 VHP ബജ്രംഗ് ദള് അവരുടെ റാലി ഉണ്ടായിരുന്നു, ഇത് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. വലിയ റാലി നടന്നിട്ട് ഒന്നും വഴങ്ങിയിട്ടില്ല. ശ്രീരംഗ് പട്ന ചലോ എന്ന് പറഞ്ഞിട്ട് ഒരു റാലി അവർ നടത്തിയിരുന്നു. മസ്ജിദിനകത്ത് ഹിന്ദുക്കളുടെ ചടങ്ങ് നടത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ ആവശ്യവും ഉന്നയിച്ചിരുന്നു. 1782 ക്ഷേത്രം തകർത്തത് ടിപ്പു, മോസ്ക് പണിതത്. അതും ഒക്കെ കൃത്യമായിട്ടുണ്ട്, അറിയാം. ഈ ക്ഷേത്രം മുഴുവൻ നികത്തിയിട്ട് ഈ അടിത്തറ ഒക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ബാബറി മസ്ജിദ് ആണെങ്കിലും സോമനാഥ ക്ഷേത്രത്തിൽ ആണെങ്കിലും അങ്ങനെ എന്തോ അവർക്ക് നിയമം ഉണ്ട്. അതിന്റെ തൂണുകളൊക്കെ നിർത്തിയിട്ട് അത് ഹിന്ദുക്കൾ ഓർമ്മിക്കണം, നിന്റെ ദേവാലയത്തിന്റെ പുറത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എക്കാലത്തും ഹിന്ദുവിനെ മാനസികമായി വ്യഥയുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാഫറുകളെ ഇങ്ങനെ വേണം പണിയാൻ പറഞ്ഞിട്ടുണ്ട്. ഔറംഗസേബ് വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചിട്ട് ഇവരുടെ പള്ളിയുടെ നടയാക്കുക, ചവിട്ടുപടിയാക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ചെയ്യും അവര്. 2022 മെയ് 16 ഹിന്ദു സംഘടനകൾ ഈ കലക്ടർക്ക് കത്ത് കൊടുത്തിരുന്നു, ഇത് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ചെയ്തില്ല. മോസ്കിൻ്റെ അകത്തെ ഹനുമാൻ വിഗ്രഹം പൂജിക്കാനായിട്ട് അനുവദിക്കണം എന്ന് കത്ത് കൊടുത്തിരുന്നു. അതും സമ്മതിച്ചില്ല. അതിൻ്റെ വളപ്പിൽ ഈ പൂജാരിമാരൊക്കെ കുളിക്കാനുള്ള കുളം, അത് ഈ മോസ്കിൻ്റെ വളപ്പിൽ ഇപ്പോഴും ഉണ്ട്, കുളമുണ്ട്. പിന്നെ ഹിന്ദു ജനജാഗൃതി സമിതി അവർ വേറൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗളൂരുവിലെ ടിപ്പുവിൻ്റെ കൊട്ടാരം ഉണ്ടല്ലോ, വേനൽക്കാല വസതി കൊട്ടാരം, അത് ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥലമായിരുന്നു എന്ന് ജനജാഗൃതി സമിതി പറയുന്നുണ്ട്. ടിപ്പുവിൻ്റെ കൊട്ടാരത്തിൻ്റെ പിന്നിൽ, ഈ ബംഗളൂരുവിലെ കൊട്ടാരത്തിൻ്റെ പിന്നിൽ വെങ്കട്ടരമണ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് നിരത്തിയിട്ടാണ് അയാൾ ബംഗളൂരുവിലെ കൊട്ടാരം വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ബീദറിൽ ഇപ്പോൾ ഒരു ഹിന്ദുക്കൾ പറയുന്നുണ്ട്, ബീദറിലെ ബസവ കല്യാൺ ദർഗ അത് ബസവണ്ണ ക്ഷേത്രമായിരുന്നു. ആയിരിക്കാം, ബസവണ്ണ വളരെ ഫേമസ് ആണ്. അതെ. ഏതായാലും ടിപ്പു നടത്തിയ അധിനിവേശം നമ്മൾ കഥയമമ്മയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടല്ല, എന്നാൽ പോലും സാന്ദർഭികമായി വീണ്ടും കേരളത്തിലല്ല കർണാടകയിൽ പോലും ടിപ്പു നടത്തിയ അധിനിവേശങ്ങളുടെ കഥയാണിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നത്. നമ്മൾ ടിപ്പുവിൻ്റെ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതെ അതെ, നമ്മൾ ടിപ്പുവിൻ്റെ അല്ലാത്ത അതിക്രമങ്ങളും കൂടി പറഞ്ഞു. അതെ അതെ, അതാണിപ്പോൾ അവിടെയാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലിരിക്കുന്ന സ്ഥാപനത്തിൽ പോലും വഖഫ് കയറിയിട്ട് തോന്നിവാസം കാണിക്കുന്നു. അത് 1979 മുതലേ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് കണ്ണൂരിൽ മിലിറ്ററിയുടെ ഗ്രൗണ്ട് വഖഫിൻ്റെ എന്ന് പറയുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ മിലിറ്ററിയുടെ ആണെന്ന് പറയുന്നു. നമ്മുടെ സിന്ധു സമുദ്രമാണ് അറബിക്കടലായത്. ഇനിയിപ്പോൾ അറബിക്കടൽ വഖഫിൻ്റെ ആകുമോ? ഒരുമാതിരി റെയിൽവേ സ്റ്റേഷനൊക്കെ വഖഫാണെന്ന്. അതെ അതെ അതെ, പാർലമെന്റ് വഖഫാണെന്ന് പറയുക. മറ്റേ ആൻറ്റില്ല അംബാനിയുടെ വീട്, ഇതൊക്കെ എന്തായാലും വഖഫിൻ്റെ ഒരു വല്ലാത്ത കാലം തന്നെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.